welcome back to another vlog. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഫസ്റ്റ് ലോഡ് എടുക്കാനായിട്ട് ഈ കാട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലോഡ് നമ്മൾ കയറ്റിയിട്ട് പോകേണ്ടത് തിരുമുഴിസൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ തന്നെ നമ്മൾ ലോഡൊക്കെ കയറ്റി വെറുകമ്പാക്കം റീച്ചായി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഏതാണ്ട് ഒരു 22 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുകമ്പാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ വാണാകരത്തിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ ബൈപ്പാസിൽ കയറിയിട്ട് പൂന്തമല്ലി വഴിക്ക് തിരുമുഴിസൈ പോകും. അപ്പോൾ നമ്മൾ വാണാകരം റീച്ചായി. പോരൂർ വാണാകരമാണത്. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 11:50 ആയിട്ടുണ്ട്. നല്ല വെയിലിൻ്റെ സമയം ആരംഭിച്ചു തുടങ്ങി. നമ്മൾ ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇത് സർവീസ് റോഡിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈപ്പാസിൽ കയറി നമ്മളിപ്പോൾ അതേ അരവിന്ദ് ഐ ഹോസ്പിറ്റലിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ്. നമ്മളിതേ നിയർ ബൈ പാരിവാക്കം റീച്ചായി. ഇനിയിപ്പോൾ പൂന്തമല്ലി ദേ എത്തി. അടുത്തത് നസ്രത്ത് പേട്ടയാണ്. ഇത് മുകളിൽ പോണത് ഔട്ടർ റിംഗ് റോഡ് ബൈപ്പാസാണ്. ഇത് മെട്രോൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണു. അപ്പം നമ്മൾ നസ്രത്ത് പേട്ട കഴിഞ്ഞ് തിരുമുഴിസൈ എത്തി. ഇനിയിപ്പോൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ആകെ ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് മുന്നിലത്തെ സിഗ്നലിൽ നിന്ന് യൂ ടേൺ എടുത്ത് വീണ്ടും വരണം. അപ്പം നമ്മളിവിടെ നിന്ന് യൂ ടേൺ എടുക്കുകയാണ്. കുറച്ച് ഒരു 1/2 കിലോമീറ്റർ മുന്നിൽ പോയിട്ട് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. അപ്പോൾ ഈ ലോഡ് ഇറക്കിയിട്ട് നമുക്ക് അടുത്ത വല്ല ലോഡ് എന്താണെന്ന് നോക്കാം ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ്, ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് തണ്ടലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട് കയറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി തണ്ടലത്തിൽ നിന്ന് നമ്മൾ പമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈറുകാട്ടുകോട്ടை റോഡാണ്, ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസ്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് ലിക്കർ ഫാക്ടറിയാണ്. അപ്പോൾ ഇതാണ് ലിക്കർ ഫാക്ടറി, മദ്യമുണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഉണ്ടായി സിറ്റ്കോഡിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായി സിറ്റ്കോഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ നേരെ കുണ്ടത്തൂർ ശ്രീപെരുമ്പത്തൂർ ബൈപ്പാസിൽ ചെന്ന് കയറും. ഇതാണ് ഉണ്ടായി കാറുകൾ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഹബ്ബ്, ഇൻഡസ്ട്രിയൽ. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 1:20 1:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുണ്ടത്തൂർ ശ്രീപെരുമ്പത്തൂർ ബൈപ്പാസിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഒരു 13 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ ചമ്പ്രമ്പാക്കം എത്തി. അപ്പോൾ നമ്മൾ കുണ്ടത്തൂർ എത്തി ഗൈസ്. ഇനി ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. പമ്മലിലാണ് നമുക്ക് ഇറക്കേണ്ടത്. അപ്പം നമ്മൾ ഇറക്കേണ്ട നിയർ ബൈ ലൊക്കേഷനിലേക്ക് ഏതാണ്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ആകെ 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലോഡ് ഇറക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ലോഡ് അവിടെ ഇറക്കി കഴിഞ്ഞു. അടുത്ത ലോഡ് കയറ്റാനായിട്ട് തിരുമുടിവാക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിത് ലോഡൊക്കെ കയറ്റി നമ്മൾ ഇവിടുന്ന് തൈലവരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നിയർ ബൈ പൊത്തേരി SRM ഗ്ലോബൽ യൂണിവേഴ്സിറ്റി കോളേജൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 28 കിലോമീറ്റർ ഉണ്ട്. നമുക്കിതിൻ്റെ ഇടയിൽ ഒരു ടോളും കൂടി വരുന്നുണ്ട്. അപ്പം നമ്മൾ നിയർ ബൈ കിളമ്പാക്കം പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി. അപ്പം നമ്മൾ ഗൈസ് ഗുഡുവാഞ്ചേരിയുടെ അടുത്ത് എത്തി തുടങ്ങി. ഗുഡുവാഞ്ചേരി അപ്പം നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് നിയർ ബൈ എത്തി തുടങ്ങി ഗൈസ്, തൈലവരത്തേക്ക്. അപ്പോൾ നമുക്ക് ഇറക്കേണ്ട സ്ഥലം റെയിൽവേ ഗേറ്റ് ഉണ്ട്. കിട്ടാണ്ടിരുന്ന കിട്ടിപ്പോയി റെയിൽവേ ഗേറ്റ് കിട്ടിപ്പോയി. അപ്പോൾ ഏതാണ്ട് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഒരു 500 മീറ്റർ കൂടി ഉള്ളൂ. ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കേണ്ട സ്ഥലമായി. അപ്പോൾ അത് ഇറക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ലോഡ് കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് അടുത്ത ലോഡ് ഒരു 9 മണിയായി. പഴയ ലോഡ് ഇറക്കിയത് 5:15. അത് കഴിഞ്ഞിട്ട് 9 മണിക്കാണ് അടുത്ത ലോഡ് കിട്ടിയത്. അപ്പോൾ അടുത്ത ലോഡ് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഇറക്കേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ ഇറക്കി കഴിഞ്ഞു. ഇപ്പോൾ നേരെ വീട്ടിൽ പോവാണ്. വേറെ ഒരു വർത്താനമില്ല. സമയം ഏതാണ്ട് 11 മണിയായി. So hope you guys are enjoyed that today's vlog and see you on next vlog. Till then.